യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന് ലഭിച്ചതാണ് അപ്പോസ്തലൻ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോസ്തലൻ അനുഭവിച്ച സത്യമാണ് മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്. ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല. വേറെ ആരെങ്കിലും അപ്പോസ്തലന് അങ്ങനെ പറഞ്ഞു ഒരറിവുണ്ടെന്നുള്ളതല്ല. എനിക്ക് അനുഭവമുണ്ട്. അതാണ് അപ്പോസ്തലൻ്റെ പ്രസംഗ വിഷയം. എനിക്ക് അനുഭവമുണ്ട്, എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട്. ദൈവമക്കളെ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിനും സാക്ഷ്യത്തിനും ശക്തി ഉണ്ടാകുന്നത് സ്വന്തം അനുഭവത്തിൽ അതുണ്ടാകുമ്പോഴാണ്. മറ്റാരെങ്കിലും പറഞ്ഞു തന്ന ഒരു കാര്യം ചെയ്യുമ്പോഴല്ല. എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട്. അതാണ് എൻ്റെ 18-ാമത്തെ വാക്യം. ആ അധ്യായം തന്നെ 18-ാമത്തെ വാക്യം വായിക്കാം. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ജീവനുള്ള ദൈവം എന്നെ മോൾഡ് ചെയ്തു. പഴയത് കഴിഞ്ഞുപോയി. ക്രിസ്തുവിലായപ്പോൾ പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതിയതായി തീർന്നിരിക്കുന്നു. ദൈവം എന്നെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ പുതിയ മനുഷ്യനായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം എനിക്ക് അനുഭവപ്പെടുന്നു. ദൈവത്തോട് ഞാൻ നിരപ്പായി. ഞാൻ ദൈവത്തിനെതിരായിരുന്നു. എൻ്റെ ചിന്താഗതി ദൈവത്തിനെതിരായിരുന്നു. എൻ്റെ മനോഭാവം ദൈവത്തിനെതിരായിരുന്നു. ദൈവഹിതത്തിനെതിരായിരുന്നു. ദൈവത്തിൻ്റെ വഴികൾക്കെതിരായിരുന്നു. ദൈവനിശ്ചയത്തിനെതിരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വഴികൾ ദൈവഹിതപ്രകാരമാണോ? നിങ്ങളുടെ ഇഷ്ടം ദൈവഹിതപ്രകാരമാണോ? അതോ ദൈവത്തിനെതിരായുള്ള വഴിയിലേക്കാണോ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്? അപ്പോസ്തലന് എതിരായിരുന്നു. അപ്പോസ്തലനെ ദൈവം നിരപ്പിച്ചു. അപ്പോസ്തലൻ അങ്ങോട്ട് ചെന്ന് നിരപ്പായതല്ല. എന്നെ ഒന്ന് ക്രിസ്ത്യാനിയാക്കാവോ എന്ന് ചോദിച്ച് ദൈവസന്നിധിയിൽ ചെന്നവനല്ല. ക്രിസ്ത്യാനിയായി ദൈവം ആക്കിയതാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാർഗത്തിലേക്ക് നാം വരുന്നത് നാം ഒരു അപേക്ഷ കൊടുത്ത് ഇതിലേക്ക് ചേരുകയല്ല. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ ഈ സത്യമാർഗത്തിലാക്കുന്നതാണ്. ഈ സത്യരംഗത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ജീവനുള്ള ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. മോനെ, ഞാൻ നിൻ്റെ പ്രശ്നം തീർത്തു തരാം. ഞാൻ നിനക്ക് സമാധാനം തരാം. ഞാൻ നിൻ്റെ സ്വഭാവം മാറ്റിത്തരാം. ഞാൻ നിൻ്റെ മേലെൻ്റെ ദൃഷ്ടി വെച്ച് തരാം. അങ്ങനെ ദൈവം ഇങ്ങോട്ട് മനുഷ്യനെ ആകർഷിച്ച് ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നതാണ് യഥാർത്ഥമായ ക്രൈസ്തവ വഴിയെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് സാധിക്കുന്നതല്ല. മനുഷ്യൻ്റെ ഒരു അപേക്ഷ കൊണ്ട് സാധിക്കുന്നതല്ല. ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്നതല്ല. ഇതെല്ലാം കൃപയാൽ ദൈവം മനുഷ്യനെ തന്നോട് നിരപ്പിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനും മനസ്വാതന്ത്ര്യത്തിലേക്ക് വന്നത്. ദൈവം എന്നെ നിരപ്പിച്ചു. ഞാൻ ആവശ്യക്കാരനായിരുന്നില്ല. ഞാൻ അത്യാവശ്യക്കാരനായിരുന്നില്ല. ഞാൻ ഒരിക്കലും പാപവഴി വിട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരണമെന്ന് ആഗ്രഹക്കാരനായിരുന്നില്ല. ഇന്ന് മാനസാന്തരപ്പെട്ടവർക്ക് ബഹുഭൂരിപക്ഷം പേർക്കും പറയാനുള്ളത് അത് തന്നെയായിരിക്കും. ഒരിക്കലും ആവശ്യക്കാരനായിരുന്നില്ല, അത്യാവശ്യക്കാരനായിരുന്നില്ല. പക്ഷേ ദൈവം കൃപയാൽ മാനസാന്തരത്തിലേക്ക്, ദൈവത്തോട് നിരപ്പാകുന്ന അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ ഭാഗ്യമാണ്. ഇരുമനസ് ഒരു മനസ്സായി തീരുക. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ മനുഷ്യ ഹൃദയത്തെക്കുറിച്ച് യാക്കോബ് പറയുന്നൊരു വാക്യം നമുക്ക് കേൾക്കാൻ സാധിക്കും. യാക്കോബ് 4:8. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. ഇരുമനസ് ഒരു മനസ്സായി തീരുക. ഞാനും ദൈവവും തമ്മിൽ ഇരുമനസ്സായിരുന്നു. ഞാനും ദൈവവും തമ്മിൽ ഇരുമനസ്സായിരുന്നു. എൻ്റെ വഴിയും ദൈവത്തിൻ്റെ വഴിയും വ്യത്യാസപ്പെട്ടിരുന്നു. അത് ഒരു മനസ്സിലേക്ക് വന്നു. ദൈവമക്കളെ, ആ ഒരു മനസ്സ് ദൈവത്തോടുള്ളതായ ഒരു മനസ്സിലേക്ക് വന്നു. ആ ഇരുമനസ്സ് മാറി. എവിടെയും നമുക്ക് അതാണ് ശക്തി നമ്മളിലേക്ക് വരുന്നത്. ആ അനുഭവത്തിലൂടെയാണ്. എന്തിനാണ് ഇവ ദൈവത്തോട് ഒരു മനസ്സായി തീരുക? അല്ലെങ്കിൽ ദൈവവചനം പറയേണ്ടതിൻ്റെ ആവശ്യമെന്ത്? ദൈവവചനം വായിക്കേണ്ടതിൻ്റെ ആവശ്യമെന്ത്? ദൈവവചനം പ്രസംഗിക്കേണ്ടതിൻ്റെ ആവശ്യമെന്ത്? ഇതാണ് സാധാരണ ക്രൈസ്തവർക്ക് പോലും. ദേവാലയത്തിൽ പോകേണ്ടത് ആവശ്യമാണെന്ന് പറയും. പരിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയും.
ഒരുപക്ഷെ കുമ്പസാരവും ആവശ്യമാണെന്ന് പറയും. പക്ഷേ ദൈവവചനം കേൾക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ട്? ദൈവവചനം വായിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ട്? ദൈവവചനം ദിവസേന വായിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്ന എത്ര ക്രൈസ്തവരുണ്ട്? സഹോദരങ്ങളെ, കാരണം ഇതിൻ്റെ എല്ലാം ആവശ്യമെന്ത്? ഞാൻ ദൈവമായി ഭിന്നതയൊന്നുമില്ലല്ലോ. ഞാൻ ഒരുവിധം മര്യാദക്കാരനായി ജീവിക്കുന്നു. മറ്റെല്ലാവരേക്കാൾ ഞാൻ ഭേദപ്പെട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ദൈവത്തോട് നിരപ്പാകണമെന്ന് പറയുന്നത് എന്തിനാണ്? ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. ഇതാണ് സ്വതവേ മനുഷ്യൻ്റെ വിചാരമെന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തോട് മനുഷ്യൻ നിരപ്പായി തീരണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്താണ് ഇതിൻ്റെ ആവശ്യം? മനുഷ്യൻ ദൈവത്തോട് നിരപ്പാകേണ്ട ആവശ്യം എന്താ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് ഏദൻ തോട്ടത്തിലേക്ക് നോക്കാം. എത്ര കൽപ്പന ദൈവം ആദാവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു? ആദാവിന് ദൈവം ഒരേ ഒരു കൽപ്പനയെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചെയ്യരുത്, അരുത് എന്ന് പറഞ്ഞതായ ഒരു കൽപ്പന മാത്രമേ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആദാവ് എന്ത് ചെയ്തു? ഒരു കൽപ്പനയുണ്ടായിരുന്നിട്ട് അത് തെറ്റിച്ചു. ഒരു കൽപ്പനയുണ്ടായിരുന്നുള്ളൂ. കൽപ്പനയുടെ പെരുപ്പം കൊണ്ടല്ല, കൽപ്പനയുടെ കാഠിന്യം കൊണ്ടല്ല. ഇന്ന് അനേകരുടെയും വിചാരം അതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരെക്കൊണ്ട് സാധിക്കും? ഇങ്ങനെയെല്ലാം ചെയ്യാൻ ആരെക്കൊണ്ട് സാധിക്കും? പ്രിയപ്പെട്ടവർ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. കൽപ്പനകളുടെ എണ്ണം കൊണ്ടല്ല, അതിൻ്റെ കാഠിന്യം കൊണ്ടല്ല മനുഷ്യൻ ദൈവത്തോടകന്ന് ജീവിക്കുന്നത്. മനുഷ്യൻ വേദപുസ്തകം വായിക്കാത്തത്, മനുഷ്യൻ വേദവചനം കേൾക്കാതിരിക്കുന്നത് കൽപ്പനകളുടെ എണ്ണം കൊണ്ടല്ല, കാഠിന്യം കൊണ്ടല്ല. നമുക്കറിയാം, കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവുമൊക്കെ തമ്മിൽ ഭിന്നതയുണ്ടാകുന്നത് വലിയ കാഠിന്യമേറിയ വിഷയത്തിൻ്റെ പേരിലാണോ? പരിഹരിക്കാനാവാത്ത വിഷയത്തിൻ്റെ പേരിലാണോ? വളരെ ലാഘവമായ കാര്യങ്ങളുടെ പേരിലല്ലേ? വളരെ ലഘുവായ കാര്യങ്ങളുടെ പേരിലല്ലേ? ആദാം പാപം ചെയ്തത് കൽപ്പനകളുടെ ബാഹുല്യം കൊണ്ടായിരുന്നു? ഇല്ല, ഒരേ ഒരു കൽപ്പന ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ലംഘിച്ചു. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം മനുഷ്യൻ്റെ ഹൃദയം, അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഒരു കൽപ്പനയേ ഉള്ളൂ, അത് മനുഷ്യൻ ലംഘിച്ചു. ഫലം എന്തായിരുന്നു? അവൻ ദൈവത്തിൽ നിന്ന് ഓടി മാറാൻ തുടങ്ങി. മനുഷ്യൻ ദൈവത്തോട് അകന്നു മാറാൻ തുടങ്ങി. ഒന്നുകൂടെ നാം വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാകും. മനുഷ്യനെ കുറ്റം പറയാൻ ആദ്യം പഠിച്ചത് ഏദൻ തോട്ടത്തിലാണ്. മനുഷ്യനെ കുറ്റം പറയാൻ ആദ്യം പഠിച്ചത് ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നതിന് ശേഷമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ കുറ്റം പറഞ്ഞാണ് മനുഷ്യനെ കുറ്റം പറയാൻ പഠിച്ചത് തന്നെ. മനുഷ്യൻ കുറ്റം പറയാൻ പഠിച്ചത് കുടുംബജീവിതത്തിലാണ്. അത് ആദ്യം പഠിച്ചത് കുടുംബജീവിതത്തിലാണ് ആദ്യം കുറ്റം പറയാൻ പഠിച്ചത്. ഭർത്താവിൻ്റെ ഭാര്യയുടെ കുറ്റം, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കുറ്റം പറയാൻ പഠിച്ചു. നമുക്കറിയാം, നമ്മുടെ സഹോദരിമാർ സ്വന്തം വീട്ടിൽ, അപ്പൻ്റെ വീട്ടിൽ പറയാത്ത വാക്കുകൾ ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പോൾ പറയുന്നു. സ്വന്തം വീട്ടിൽ ഒരിക്കലും പറയാത്ത വാക്കുകൾ ഭർത്താവിൻ്റെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ പറയാനിട വരുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ദാമ്പത്യമുണ്ട്, ഭാര്യയും ഭർത്താവുമാണ്. പക്ഷേ ദൈവത്തോടിണങ്ങിയല്ല ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും മറ്റാരോടും പറയാത്തതുപോലെയുള്ള ഭാഷകളും അതുപോലെയുള്ളതായ ആരോപണങ്ങളും ഭാര്യയുടെ നേരെ വരുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ദൈവത്തോട് നിരപ്പാവുന്നില്ല. ദൈവത്തോട് നിരപ്പാകാതെ കുടുംബത്തിൽ നിരപ്പാകാൻ പറ്റില്ല. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാതെ കുടുംബജീവിതത്തിൽ നിരപ്പ് പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തോട് നിരപ്പില്ല എന്നുള്ളതിൻ്റെ പ്രകടമായ അടയാളമാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ സമാധാനമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. അതുതന്നെ 47-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 57-20 വായിക്കാം. ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. ദൈവത്തോട് നിരപ്പാകാതെ സമാധാനമില്ല. മനുഷ്യഹൃദയം ചേറും ചെളിയും മുകളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ചേറും ചെളിയും ഉറവ് പോലെ മനുഷ്യഹൃദയത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് മനുഷ്യഹൃദയത്തിൽ നിന്ന് ഇത്രമാത്രം ചേറും ചെളിയും വരുന്നത്? ഇത്രമാത്രം പ്രതികാരം, ഇത്രമാത്രം വൈരാഗ്യം, ഇത്രമാത്രം നിഷ്ഠൂരമായ ചിന്തകൾ
ഇത്രമാത്രം പ്രതികാര വാസനകൾ എങ്ങനെയാണ് വരുന്നത്? മനുഷ്യൻ ദൈവത്തോട് നിരപ്പാവുന്നില്ല. 48 അധ്യായം എടുക്കാം, അതിൻ്റെ അവസാനത്തെ വാക്യം. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. അതിൻ്റെ 17 18 വാക്യം വായിക്കാം. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ കേട്ട് അനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൻ്റെ വഴി ഏതാണ്? മനുഷ്യൻ സമാധാനം തേടുകയാണ്. മനുഷ്യന് സമാധാനം തേടി ഓടുകയാണ് ചെയ്യുന്നത്. എവിടെയാണ് സമാധാനം കിട്ടുക? സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകളിലേക്ക് വരണം, അനുസരണത്തിലേക്ക് വരണം, വചനമനുസരിക്കണം, ജീവനുള്ള ദൈവത്തോട് നിരപ്പായി തീരണം. വചനമനുസരിച്ചാൽ മാത്രമേ, അയ്യോ നീ എൻ്റെ വഴികളിൽ തിരിഞ്ഞിരുന്നുവെങ്കിൽ നദി പോലെ നിൻ്റെ സമാധാനം വരുമായിരുന്നു. സഹോദരങ്ങളെ, മനുഷ്യൻ ദൈവവചനം വായിക്കാതെ മാറ്റിവെക്കുന്നു. ഫലമെന്താണ്? ഭർത്താവെന്ന് വേദപുസ്തകം വായിക്കാമെന്ന് വെച്ചാൽ ഭാര്യ അടുത്തിരിക്കണമെന്നില്ല, ഭാര്യ എന്ന് വായിക്കാമെന്ന് വെച്ചാൽ ഭർത്താവ് അടുത്തിരിക്കണമെന്നില്ല. ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഞാൻ വിവാഹം കഴിഞ്ഞ കാലത്ത് ഭാര്യ മാനസാന്തരപ്പെട്ടിരുന്നു. ഞാൻ മാനസാന്തരപ്പെട്ട ആളായിരുന്നില്ല. ഞാൻ ക്രിസ്ത്യാനിയായി, രണ്ടുപേരും ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷേ ഒരാൾ മാനസാന്തരപ്പെട്ടയാൾ, ഞാൻ മാനസാന്തരപ്പെട്ടിരുന്നില്ല. ഭാര്യയുടെ ആത്മീയത്തിൽ എനിക്കിഷ്ടപ്പെടാത്ത ധാരാളം കാര്യങ്ങൾ. സുവിശേഷ ഗീതങ്ങൾ പാടുന്നു, വേദപുസ്തകം എടുത്ത് വായിക്കുന്നു, തനത് പ്രാർത്ഥന നടത്തുന്നു. പ്രിയപ്പെട്ടവർ, എനിക്കാണെങ്കിൽ എഴുതപ്പെട്ട പ്രാർത്ഥന മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ ഭാര്യ തനത് പ്രാർത്ഥന നടത്തുന്നു. കട്ടിലിൽ വന്ന് കിടക്കുന്നതിന് മുമ്പ് ഞാൻ കട്ടിലേക്ക് കിടക്കുമായിരിക്കും. പക്ഷേ അവൾ ഓടി വന്ന് കട്ടിലേക്ക് കയറി കിടക്കുകയല്ല ചെയ്യുന്നത്. ആ കട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അവിടെ ഒരു പുൽപ്പായിട്ട് താഴെ അല്പനേരം, ഏതാനും മിനിറ്റ് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം, യേശുവിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്തതിന് ശേഷം അവൾ കട്ടിലിൽ വന്ന് എൻ്റെ ഒപ്പം കിടക്കുന്നു. എനിക്ക് അംഗീകരിക്കാവുന്ന ആത്മീയമായിരുന്നില്ല. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇതിനെല്ലാം ആവശ്യം എന്താണ്? ദൈവമക്കളെ, വചനം കൂടാതെയുള്ളതായ ക്രൈസ്തവ മാർഗം സമാധാനമില്ലാത്ത ജീവിതമാണ്, സമാധാനമില്ലാത്ത സഭകളാണ്, സമാധാനമില്ലാത്ത പ്രസ്ഥാനങ്ങളാണ്. വചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഒരു ക്രൈസ്തവന് ആർക്കും സമാധാന ജീവിതം സാധിക്കുകയില്ല. 137 സങ്കീർത്തനം എടുക്കാം. 137 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യം നമുക്ക് വായിക്കാം. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? തൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? മനുഷ്യൻ മക്കളെ വളർത്തുന്നത് പോലെ പാപത്തെ വളർത്തുന്നു. മക്കളെ താലോലിച്ച് വളർത്തുന്നത് പോലെ മദ്യപാനത്തെ താലോലിച്ച് വളർത്തുന്നു, അശുദ്ധിയെ താലോലിച്ച് വളർത്തുന്നു, ആസക്തികളെ താലോലിച്ച് വളർത്തുന്നു, ബ്ലൂ ഫിലിം കാണാൻ താലോലിച്ച് വളർത്തുന്നു, അധമ വികാരങ്ങൾ താലോലിച്ച് വളർത്തുന്നു, പ്രതികാര ചിന്തകളെ താലോലിച്ച് മക്കളെ വളർത്തുന്നത് പോലെ മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ പാപത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ആരാധനയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളാണ്, പരിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നുണ്ട്. പക്ഷേ മക്കളെ അറിയാതെ ഒരു പാപം ചെയ്യുകയല്ല ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെ പാപം ചെയ്യുന്നു. ദിവസേന സംഭവിക്കുന്നു. മക്കളെ വളർത്തുന്നത് പോലെ പാപത്തെ വളർത്തുന്നതാണ് ക്രൈസ്തവൻ്റെ ഇന്നത്തെ ആത്മീയം എന്ന് പറയുന്നത് തന്നെ. പാപങ്ങൾ നമ്മുടെ അകത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾ പോലെ തന്നെ, അതിനെ നശിപ്പിക്കണം. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. സ്വന്തം പാപത്തെ മക്കളെ വളർത്തുന്ന പോലെ പാപത്തെ വളർത്തുന്ന ആ സ്വഭാവം തന്നെ, ആ പാപത്തെ പാറമേലടിച്ച് കളയണം. ആ പാറ ക്രിസ്തുവാകുന്നു. കർത്താവായ യേശുവിനോട്, കർത്താവേ, എൻ്റെ പാപം, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ആഗ്രഹം, ആ ചിന്ത, ആ നിരൂപണം, ആ മനോഭാവം, അതിനോടുള്ള ആസക്തി മാറ്റി തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. പാറമേലടിച്ച് കളയണം. ക്രിസ്തുവിനെ കൂടാതെ പാപം മാറില്ല. യേശുവിനോട് പ്രാർത്ഥിക്കാതെ പാപം മാറില്ല. കുമ്പസാരിച്ചാൽ പാപം മാറില്ല.
കുമ്പസാരിച്ചാൽ പാപം ക്ഷമിച്ചു കിട്ടുമെന്ന് നാം പഠിക്കുന്നുണ്ട്. പക്ഷേ പാപം ചെയ്യാനുള്ള ആസക്തി മാറില്ല, പാപം ചെയ്യാനുള്ള ആഗ്രഹം മാറില്ല. പ്രിയപ്പെട്ടവരെ, നാം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയി, പാപം ചെയ്യാനുള്ള ആഗ്രഹം മാറുകയില്ല. ആഗ്രഹം മാറണമെങ്കിൽ പാറമേൽ അടിച്ചു കളയണം. ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മുടെ പാപ സ്വഭാവത്തെ ആ പാറമേലടിക്കണം. അതാണ് കാൽവരിയിലെ രക്ഷ എന്ന് പറയുന്നത്. മനുഷ്യരുടെ അസാധ്യം ദൈവത്താൽ സാധ്യം. മദ്യപാനം എങ്ങനെ മാറും? അധമവികാരം എങ്ങനെ മാറും? പ്രേമചിന്തകൾ എങ്ങനെ മാറും? അശുദ്ധ സ്വഭാവം എങ്ങനെ, സ്വയം അശുദ്ധമാക്കുന്ന സ്വഭാവം എങ്ങനെ മാറിക്കിട്ടും? അതാണ് പാറമേലടിക്കണം. ആ ചിന്ത വരുമ്പോഴേ, ആ ആഗ്രഹം വരുമ്പോഴേ യേശുവിനെ വിളിക്കണം. കർത്താവായ യേശുവിൻ്റെ രക്തത്തിന് പാപം ക്ഷമിക്കാനും പാപം മാറ്റിത്തരാനും കഴിയും. ക്രിസ്തുവിൻ്റെ രക്തത്തിന് ആ പാപചിന്തകളെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതാക്കി തരാൻ കഴിയും. അതുകൊണ്ടാണ് മോഹം ജനിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ ആശ്രയിക്കണം, ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കണം. അങ്ങനെ കർത്താവായ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ നിങ്ങളുടെ നാവിന് നിയന്ത്രണം കിട്ടും. അശുദ്ധ വാക്ക് വരില്ല, അസഭ്യവാക്ക് വരില്ല, യോഗ്യമല്ലാത്ത വാക്ക് വരില്ല, വഴുവഴുപ്പുള്ള വാക്ക് വരികയില്ല. സാഹചര്യം അങ്ങ് ഒഴിവായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് കുഞ്ഞുങ്ങളെ പാറമേലടിച്ച് കളയുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തൻ്റെ പാപത്തെ മാറ്റിക്കിട്ടണമെന്നുള്ളതായ ആഗ്രഹമുള്ളൊരു വ്യക്തിക്ക് അത് മാറിക്കിട്ടുക തന്നെ ചെയ്യും. സ്വഭാവം മാറാനുള്ള ആഗ്രഹം അതിന്ന് ക്രൈസ്തവർക്കില്ല, അതിന്ന് അനേകർക്കുമില്ല. കാര്യങ്ങൾ നടത്തി കിട്ടാനുള്ള ആഗ്രഹമുണ്ട്, പരീക്ഷ ജയിക്കാനുള്ള ആഗ്രഹമുണ്ട്, ജോലി കിട്ടാനുള്ള ആഗ്രഹമുണ്ട്, കുഞ്ഞുങ്ങൾ പിറക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, വീടുണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ട്, നല്ല ഭാവി ഉണ്ടാകണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ കർത്താവേ, എൻ്റെ ഈ കോപ സ്വഭാവം ഒന്ന് മാറ്റി തരണമേ, അത് ആഗ്രഹമില്ല, അതിനുവേണ്ടി പ്രാർത്ഥനയില്ല. സഹോദരങ്ങളെ, ആദ്യം സ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. തീർച്ചയായും ദൈവം ഉത്തരം തരുന്ന പ്രാർത്ഥനയാണത്. ഒരാവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവം ആഗ്രഹിക്കുന്നതും കർത്താവ് പ്രവർത്തിക്കുന്നതും സ്വഭാവം മാറ്റിത്തരാനുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്കാണ്. എന്തിനു മദ്യപിക്കണം? എന്തിനു ഭാര്യയോട് പിണങ്ങിക്കിടക്കണം? എന്തിനു കോപിക്കണം? എന്തിനു വൈരാഗ്യം ചിന്തിക്കണം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ നല്ല വഴി തെളിഞ്ഞു കിടക്കുന്നു. യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ കർത്താവായ യേശുവിനോട് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നമ്മുടെ ഹൃദയത്തിലെ ആ ചിന്തകൾ നാം അവിടെ ഏറ്റുപറഞ്ഞാൽ മതി. കർത്താവെ, ഇന്ന പോലെ വിചാരം വരികയാണ്, ഇന്ന ആഗ്രഹം വരികയാണ്, ഇന്ന ദുശ്ചിന്ത വരികയാണ്, ദുസ്വപ്നങ്ങൾ വരികയാണ്. കർത്താവെ, മോഹം ജനിക്കുകയാണ്, എനിക്കൊന്ന് മാറ്റിത്തരാവോ, എനിക്കൊന്ന് കഴുകിത്തരാവോ, എനിക്കൊരു ജയം തരാവോ? സഹോദരങ്ങളെ, ഉറപ്പായ കാര്യമാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തം പാപം ക്ഷമിക്കുമെന്നറിയുന്ന ക്രിസ്ത്യാനി പാപം മാറ്റിത്തരുമെന്ന് ഇന്ന് അറിയുന്നില്ല. അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. ജയജീവിതം, ജയജീവിതം, പാപത്തിൻ്റെ മേൽ ജയം കിട്ടുന്ന ജീവിതം. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന പാപം ഏതാണ്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ 5:21 വാക്യം വായിക്കാം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകം ചുറ്റി കാഴ്ചകൾ കണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. ലോകം ചുറ്റി കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. സന്തോഷത്തിന് വേണ്ടിയാ, സമാധാനത്തിന് വേണ്ടിയാ, ഇണക്കത്തിന് വേണ്ടിയാ. പക്ഷേ എന്തെല്ലാം കാഴ്ചകൾ കണ്ടാലും, എവിടെയെല്ലാം പോയി കണ്ടാലും, മനുഷ്യന് സമാധാനം ഉണ്ടാകണമെങ്കിൽ കർത്താവിലേക്ക് വരണം. ഹൃദയം ശുദ്ധമാകണം. ഹൃദയം എങ്ങനെ ശുദ്ധമാകും? പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പ്രിയപ്പെട്ടവരെ, എൻ്റെ മേലുണ്ടായിരുന്ന സകല പാപവും എന്താണ് ചെയ്തത്? ഞാൻ എൻ്റെ ഓർമ്മയുള്ള കാലം മുതൽ ചെയ്ത സകല പാപവും പിതാവായ ദൈവം രേഖപ്പെടുത്തിയിരുന്നു. സ്വർഗത്തിൽ അതെല്ലാം രേഖപ്പെടുത്തിയിരുന്നു. ഒന്നും വിടാതെ എല്ലാം രേഖപ്പെടുത്തുന്നു. അതാണ് മനുഷ്യൻ്റെ സകല പാപവും സ്വർഗത്തിൽ അറിയുന്നുണ്ട്, സ്വർഗം അറിയുന്നുണ്ട്. എന്നാൽ പിതാവായ ദൈവം എന്താണ് ചെയ്തത്? എൻ്റെ സകല പാപവും യേശുക്രിസ്തുവിൻ്റെ മേലാക്കി, യേശുക്രിസ്തുവിൻ്റെ മേലാക്കി. എൻ്റെ പാപം യേശുവിൻ്റെ പുറത്ത് ഒട്ടിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? യേശു ഒരിക്കലും പാപം ചെയ്തില്ല. യേശു ഒരിക്കലും പാപം ചെയ്തില്ല. പക്ഷേ
എൻ്റെ പാപം യേശുവിൻ്റെ മേൽ പിതാവായ ദൈവം ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു വെച്ചു. മദ്യപാനി, അശുദ്ധൻ, ചീത്തവാക്ക് പറഞ്ഞവൻ, നുണ പറഞ്ഞവൻ, കാപട്യം കാണിച്ചവൻ, അലോഹ്യമുണ്ടാക്കിയവൻ, ഇതെല്ലാം യേശുവിൻ്റെ മേൽ പിതാവായ ദൈവം എഴുതി വെച്ചു. ഇതാണ് കാൽവരിയിൽ ദുഃഖവെള്ളിയാഴ്ച എന്താ നടന്നതെന്ന് ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനി അറിയുന്നില്ല. എന്താണ് ദുഃഖവെള്ളിയാഴ്ച നടന്നത്? എന്താണ് ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രാധാന്യം? ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രാധാന്യം എൻ്റെ പാപം യേശുവിൻ്റെ മേൽ പിതാവായ ദൈവം ഓരോ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് പോലെ ഒട്ടിച്ചു വെച്ചു. കാൽവരിയിൽ യേശു ക്രിസ്തുവിൻ്റെ കിടക്കുമ്പോൾ എൻ്റെ പാപം അവൻ്റെ മേൽ ഒട്ടിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ അപേക്ഷിച്ചിട്ടല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മരിച്ചത് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, നിങ്ങളാവശ്യപ്പെട്ടിട്ടല്ല. നിങ്ങളാരും അത്യാവശ്യക്കാരായതുകൊണ്ടല്ല യേശു കാൽവരിയിൽ മരിച്ചത്. നിങ്ങളെ മക്കളാക്കാൻ ദൈവം തമ്പുരാൻ തീരുമാനിച്ചു. നിങ്ങളെ അവൻ്റെ രാജ്യത്തിരുത്താൻ ദൈവം തീരുമാനിച്ചു. നിങ്ങൾ സ്വർഗത്തിലുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. നിങ്ങളാഗ്രഹിച്ചില്ല. നിങ്ങളാഗ്രഹിച്ചത് ഈ ലോകത്തിലെ പാപവഴികളാണ്. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കണം. അതിനെന്താണ് വഴി? നിങ്ങളുടെ പാപം നിങ്ങളെ നരകത്തിലെത്തിക്കുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് നിങ്ങളുടെ പാപം നിങ്ങളുടെ പേരിൽ എഴുതിയിരുന്നത് യേശുവിൻ്റെ പേരിലേക്ക് മാറ്റി എഴുതി. എന്നിട്ട് അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് മനസ്സായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മനുഷ്യൻ സ്വർഗത്തിലുണ്ടാകണമെന്ന് ആഗ്രഹിച്ച ദൈവം, ഞാൻ സ്വർഗത്തിലുണ്ടാകണമെന്ന് ആഗ്രഹിച്ച ദൈവം എനിക്ക് വേണ്ടി കാൽവരിയിൽ ഒരു യാഗം നടത്തി. അതാണ് ക്രൂശിലെ യാഗം. ഈ പരമയാഗത്തിൽ വിശ്വസിക്കണം സഹോദരങ്ങളെ. എനിക്ക് പകരമായി മരിച്ച യേശു, ഞാൻ ആവശ്യപ്പെടാതെ മരിച്ച യേശു, എൻ്റെ പാപം ഏറ്റെടുക്കണമെന്ന് ദൈവമക്കളെ ഞാൻ ആവശ്യപ്പെട്ടില്ല. ഞാൻ അവനോട് കരുണയോട് അപേക്ഷിച്ച് മാത്രമേ ഉള്ളൂ. കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ അശുദ്ധനാണ്, ഞാൻ മദ്യപിച്ചിട്ടുള്ള മനുഷ്യനാണ്. ആ പ്രാർത്ഥന കേട്ട ദൈവം എനിക്ക് പകരമായി യേശുവിനെ തകർക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നീ സ്വർഗത്തിലെത്താൻ വേറെ യാതൊരു വഴിയുമുണ്ടായിരുന്നില്ല. നിൻ്റെ പള്ളി കൊണ്ട് നീ എത്തുമായിരുന്നില്ല, നിൻ്റെ നന്മ കൊണ്ട് എത്തുമായിരുന്നില്ല, നിൻ്റെ നന്മ പ്രവൃത്തി കൊണ്ട് എത്തുമായിരുന്നില്ല, നിൻ്റെ വഴിപാട് കൊണ്ട് എത്തുമായിരുന്നില്ല. നീ ഇന്ന് സ്വർഗത്തിൽ പോകണമെന്നോ അല്ലെങ്കിൽ മരിച്ചാൽ നിനക്ക് സമാധാനമുള്ളൊരു പുനരുത്ഥാനം നിനക്കുണ്ടെന്നോ, ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസനെ ജീവസ്വരം അത് ഉണർത്തണമേ എന്ന് ഉദ്യാനത്തിനായിട്ട് ഉണർത്തിയെടുക്കണം, ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നെല്ലാം പ്രാർത്ഥിക്കാനുള്ള അടിസ്ഥാന കാരണം കാൽവരിയിലെ കുരിശ് മരണമാണ്. അതാണ് നിരപ്പാകണമെന്ന് പറയുന്നത്. ദൈവത്തോട് നിരപ്പാകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലകളെ നമുക്ക് വണക്കി നമുക്ക് സാവകാശം ചിന്തിച്ച് നോക്കാം. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഇതെല്ലാം സാധിച്ചത്? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ എൻ്റെ പാപത്തിന് മോചനം കിട്ടുകയായിരുന്നില്ല. അത് ദൈവത്തിൻ്റെ നിയമമാണ്. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമമാണ്. അത് ദൈവരാജ്യത്തിൻ്റെ നിയമമാണ്. എൻ്റെ പാപത്തിന് പകരമായി മറ്റൊരാൾ മരിച്ചേ പറ്റുകയുള്ളൂ. ഒരു പാപമില്ലാത്ത രക്തം ചിന്തിയേ പറ്റുകയുള്ളൂ. അതെൻ്റെ അപ്പന് ചെയ്യുവാൻ സാധ്യമായിരുന്നില്ല, എൻ്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ സാധ്യമായിരുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ചെയ്യാൻ സാധ്യമായിരുന്നില്ല. എൻ്റെ മദ്യപാനത്തിന് പകരം എൻ്റെ അപ്പനോട് ചോദിച്ചാൽ ഒരു പരിഹാരമില്ലായിരുന്നു. എൻ്റെ കോപത്തിന് പകരം എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ പരിഹാരമില്ലായിരുന്നു. എന്നാൽ ഇതിനെല്ലാം പരിഹാരമുണ്ടായത് യേശു ക്രിസ്തുവിലാണ്. അതാണ് യേശുവിൻ്റെ വില. അവനോട് നിരപ്പാകുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവനോട് നിരപ്പായി, ഞാൻ യേശുവിനോട് നിരപ്പായി. എൻ്റെ ഇന്നത്തെ ഈ എളിയ ജീവിതം ഞാൻ യേശുവിന് എൻ്റെ 35-ാമത്തെ വയസ്സിൽ കൊടുത്തു. നിങ്ങൾ ജീവിതം യേശുവിന് കൊടുത്തോ? നിങ്ങളുടെ ജീവിതം യേശുവിന് നിങ്ങൾ കൈമാറിയോ? അതോ ഇന്ന് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കുകയാണോ ചെയ്യുന്നത്? സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം കൈമാറൂ, അവനോട് നിരപ്പാകൂ, അവൻ്റെ വഴികളോട് ചേരൂ, അവൻ്റെ ആലോചനയോട് ചേരൂ. സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവമേ, സമാധാന പ്രഭുവേ, നിന്റെ തിരുരക്തം കൊണ്ട് നീ സമാധാനമുണ്ടാക്കി ഞങ്ങളിന്ന് അനുഭവിക്കുന്ന കർത്താവേ, നീ കാൽവരിയിൽ പടഞ്ഞു, ഞങ്ങളും സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു. നാഥ, ഒരു വാക്ക് മാത്രമേ നിന്നോട് പറയാനുള്ളൂ. ഇനിയുള്ള ജീവിതകാലം നിൻ്റെ ഒരു അടിമയായി ജീവിക്കും. ഇനിയുള്ള കാലം നിനക്ക് വേണ്ടി ജീവിക്കും. ഇനിയുള്ള കാലം നിൻ്റെ സാക്ഷിയായി ജീവിക്കും. അതിനായി അനുഗ്രഹിക്കണമേ.
യേശു മൂലം പ്രാർത്ഥിക്കും. കൃപയോട് കെടുത്തരം തരുമാറാകണമേ. ആമീൻ.